നമസ്കാരം. ഇന്ന് വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലേന്തി. നമുക്ക് വളരെ സന്തോഷമാണ്. 10 വർഷക്കാലം LDF സർക്കാർ, അതിനുശേഷം വലിയൊരു വിജയത്തോടു കൂടിയാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നത്. മന്ത്രിമാരെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. വി ഡി സതീഷിന് ഉൾപ്പെടെയുള്ളവ കുറേ ആളുകൾ, പുതുമുഖങ്ങൾ, വി ഡി സതീഷ് ഉൾപ്പെടെ മന്ത്രിസ്ഥാനത്തേക്ക്, അദ്ദേഹം ഇതുവരെ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല, അത് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് അഭിമാനത്തോടുകൂടി അറിയാൻ പറ്റുന്ന ഒരു മന്ത്രിയാണ്. പറയാതിരിക്കാൻ പറ്റില്ല OJ ജനീഷ്. കാരണം ഞാൻ ആ കൊടുങ്ങല്ലൂരിൽ പോയതാണ്. അവിടെ പോയി ആളുകളുമായിട്ട് സംസാരിച്ചാണ്. അന്നൊക്കെ പറഞ്ഞു പോകും, ഞങ്ങൾക്ക് ഒരു മാറ്റം വേണം, അത് ഈ ചെറുപ്പക്കാരൻ തന്നെ വേണം. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആ വാക്കൊന്ന് കേൾക്കാം. ഞാൻ ഇന്ന് ഒരു കടയിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു പെപ്സി വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്കുണ്ട അനുഭവം പറഞ്ഞുമാണ് ഞാൻ എല്ലാ സ്ഥലത്തും തുടങ്ങുന്നത്. ആ പെപ്സി കുടിക്കുന്ന സമയത്ത് ആ ചേട്ടൻ്റെ അടുത്ത് എന്നെ മനസ്സിലാവുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചു എങ്ങനെയാണ് ഇവിടുത്തെ ഇലക്ഷൻ എന്ന് ചോദിച്ചപ്പം എനിക്ക് ആ ചേട്ടനിലൊരു വിശ്വാസം. ചേട്ടൻ പറഞ്ഞു ഇത്തവണ ഒന്ന് UDF ജയിക്കും. എൻ്റെ കാരണം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അതേപടി പറഞ്ഞല്ലോ, LDFൻ്റെ പറഞ്ഞതൊക്കെയാണ്, പക്ഷേ ഇനിയും ജയിച്ചാൽ അവർക്ക് അഹങ്കാരം കൂടും എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു വിശ്വാസം, താങ്കളുടെ വിജയം ഏറെക്കുറെ ഉറപ്പാകുന്നുവെന്ന്. താങ്കൾക്ക് പോകുമ്പോൾ എന്താണ് അനുഭവം കിട്ടുന്നത്? അല്ല, ആ വിശ്വാസം തന്നെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നത്. ഒരിക്കലും ആരും പറയാത്തൊരു പേരാണ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വന്നപ്പോൾ വി ഡി സതീശൻ ഒരു പേര് പറയുന്നു അവസാനമായി. അത് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതമായി. എങ്ങനെ ഇദ്ദേഹം ഇതിനകത്ത് സ്ഥാനം പിടിച്ചു? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആരും ഇതിൻ്റെ പിന്നിലല്ല. അദ്ദേഹം കനൽ വഴികൾ താണ്ടി ജനനായകനിലേക്ക് ജനീഷിൻ്റെ പോരാട്ട വീര്യമാണ് ഈ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിച്ചതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഒത്തിരി സമരങ്ങൾക്ക് നേതൃത്വം നൽകി, അല്ലേ? അദ്ദേഹത്തിൻ്റെ സമരത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ഒരു സമരം. അതിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ പോരാടി ഒരു വിജയം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിലേക്ക് എത്തുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടം മാറിയ ഉടൻ തന്നെ ഒരു തീരുമാനം, ഒന്നും ആലോചിക്കേണ്ട വന്നില്ല. പല പേരുകൾ വന്നെങ്കിലും ഹൈക്കമാൻഡിന് കൃത്യമായി അറിയാം ഈ ചെറുപ്പക്കാരനിലുള്ള വിശ്വാസം. അന്ന് പ്രഖ്യാപിച്ചു എന്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്. സീറ്റ് ചർച്ച നടക്കുമ്പോൾ ഏറ്റവും ആദ്യം അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് എത്തിയെന്നതിൻ്റെ തെളിവ് എനിക്കറിയാം. ഞങ്ങൾ അദ്ദേഹത്തിനോടുകൂടെ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. ഏറ്റവും ആദ്യമേ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാകുമെന്ന് നമുക്കറിയാമായിരുന്നു, പക്ഷേ നമുക്കത് പുറത്തു വിടാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ഹൈക്കമാൻഡ് പ്രഖ്യാപനം വരെ നമ്മൾ കാത്തിരുന്നതാണ്. അത്രയും സംഭവങ്ങളുടെ കുതിച്ചു ചാടിയ ഒരു മന്ത്രിയായി മാറിയിരിക്കുകയാണ്. അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, ഈ ചെറുപ്പക്കാരൻ വി ഡി സതീഷിൻ്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന ഒരു പദവിയും കൂടെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, തൃശ്ശൂർ ജില്ലയിലെ കൂഴൂരിൽ നിന്നും ആരംഭിച്ച കേരള രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക് വളർന്ന OJ ജനീഷിൻ്റെ ജീവിതം അതിജീവനത്തിൻ്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെയും കഥയാണ്. അത്രമാത്രം അതിജീവിച്ച് വന്ന ഒരു വ്യക്തിയാണ്. ഓടശ്ശേരി ജനരഞ്ജൻ പുഷ്പ ദമ്പതികളുടെ മൂത്ത മകനായി 1988 ജനീഷ് ജനിച്ചത്. പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ അപ്രതീക്ഷിതമായി പിതാവിനെ നഷ്ടപ്പെട്ടതോടെ ആ കൗമാരത്തിൽ തോളിലേക്ക് കുടുംബത്തിൻ്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേർന്ന ഒരു വ്യക്തി. വലിയ ഉത്തരവാദിത്തം. അച്ഛൻ മരിക്കുന്നു. പെരുമ്പാവൂരിലാണ് പോളിടെക്നിക്കിൽ പഠിക്കുന്നത്. ആ സമയത്ത് അച്ഛൻ മരിക്കുന്നു. പിന്നീട് ഈ കുടുംബത്തിന് വലിയ ഭാരമാണ്, എന്ന് വെച്ചാൽ കുടുംബത്തിനെ മൊത്തം നോക്കണം, ജനീഷ് ഏറ്റെടുത്തത്. ചാലക്കുടിയിലെ ഒരു ബാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ജോലി ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിയോഗം ഏൽപ്പിച്ച ആഘാതം പകച്ചു നിൽക്കാതെ അമ്മ പുഷ്പയ്ക്കൊപ്പം ചേർന്ന് കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ ജനീഷ് തയ്യാറായി. തൊഴിലുറപ്പുൾപ്പെടെയുള്ള ജോലികൾ ചെയ്താണ് ആ അമ്മ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ പോകുമായിരുന്നു അമ്മ. കാരണം മക്കളെ പഠിപ്പിക്കണം, വലിയ ആളാക്കണം എന്നായിരുന്നു അമ്മയുടെ സ്വപ്നം. അമ്മയുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജനീഷിന് ഭയങ്കരമായി ഒരു സങ്കടത്തിൻ്റെ റൂട്ടിലേക്കാണ് ജനീഷ് പോയത്. ആ സമയത്ത് തന്നെ വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സെക്യൂരിറ്റി ജോലി ഉൾപ്പെടെയുള്ള പാർട്ട് ടൈം പണികൾ ചെയ്താണ് അദ്ദേഹം കുടുംബം നോക്കിയത്. പിന്നീടാണ് രാഷ്ട്രീയത്തിൽ സജീവമാവുകയും തൃശ്ശൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി, പിന്നീട് സംസ്ഥാന പ്രസിഡൻ്റായി വരികയും ചെയ്തത്. ആ കാലഘട്ടങ്ങളെല്ലാം നമ്മൾ ഓർക്കണം.
പിന്നീട് ഇദ്ദേഹം നടത്തിയ സമരങ്ങളിൽ, വിദ്യാഭ്യാസ രംഗത്തിലൂടെ യൂത്ത് കോൺഗ്രസ്സിലെ നടത്തിയ സമരങ്ങളിൽ ഇദ്ദേഹത്തിന് ഏറ്റ മുറിവുകൾ ഉൾപ്പെടെ നമ്മുടെ മുന്നിൽ പത്രങ്ങളിൽ, ഫ്രണ്ട് പേജിലും കവർ പേജുകളിലുമൊക്കെ അടിച്ചു വന്ന ഇദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങളുണ്ട്. അതിലേക്കൊന്ന് നമ്മൾ കണ്ണോടിച്ചാൽ കാണാം ഇദ്ദേഹത്തിന് എത്രമാത്രം ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ടെന്ന്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 2 മാസം മുമ്പ് ഇദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഒരു പരിപാടിയിൽ, ഞങ്ങളെ തല്ലിക്കോ തല്ലിച്ചതിച്ചോ പോലീസെ, പക്ഷേ 2 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് ഞങ്ങളെ സല്യൂട്ട് അടിപ്പിക്കുമെന്ന്. അത് വലിയൊരു വാക്കായിരുന്നു കേട്ടോ. പക്ഷേ സല്യൂട്ട് അടിപ്പിക്കുമെന്ന് പറയുമ്പോൾ ജനീഷിന് സല്യൂട്ട് അടിക്കാൻ പോലീസ് ഉണ്ടാകുമെന്ന് ഈ ചെറുപ്പക്കാരന് ഒരിക്കലും പ്രതീക്ഷയില്ല. 2 മാസം കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ സല്യൂട്ട് ചെയ്യേണ്ടവരാണ് നിങ്ങളെന്ന ഓർമ്മ അപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാർക്ക് കൂടി ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. പണ്ടൊക്കെ പറയും, നമ്മൾ ചെയ്ത കുറ്റങ്ങൾക്കൊക്കെ ദൈവം പിന്നെയാണ്, പക്ഷേ ഇപ്പോൾ പറയുന്നുണ്ട് ഉടൻ തന്നെ കിട്ടുമെന്ന്. അതിൻ്റെ കൃത്യതയാണ് ജനീഷ പറഞ്ഞ വാക്ക്. ഞങ്ങളെ തല്ലിച്ചതച്ച പോലീസിൻ്റെ കൈകൾ കൊണ്ട് ഞങ്ങൾ സല്യൂട്ട് അടിപ്പിക്കും. ആ സല്യൂട്ട് ഇനി ജനീഷിനും കിട്ടും. അതാണ് രാഷ്ട്രീയം. അത്രയും നല്ല മനസ്സിൻ്റെ ഉടമയാണ്. ചില ആളുകൾ പറഞ്ഞു എങ്ങനെയാണ് മന്ത്രിയായെന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്, ഇദ്ദേഹം അധ്വാനിച്ച്, രാഷ്ട്രീയത്തിൽ അധ്വാനിച്ച് വന്ന രാഷ്ട്രീയക്കാരനായി തന്നെ നിലനിന്ന് വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ഉൾപ്പെടെ നേരിട്ടെത്തി ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നൽകിയെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ എന്തൊരു ആരവമായിരുന്നു. ഞാൻ ഒ ജെ ജനീഷ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീലക്ഷ്മിയാണ് ഭാര്യ. ഇവർ 2 പേരും അഭിഭാഷകരാണ്, 2 പേരും അഡ്വക്കേറ്റുമാരാണ്. ഒരു സഹോദരനാണ് ഉള്ളത്, ധനേഷ്. ഇവർ കുടുംബസമേതം നല്ല സന്തോഷത്തോടെ കൊടുങ്ങല്ലൂർ താമസിക്കുന്ന ഇനി മന്ത്രിഭവനിലേക്കാണ് ഇവരുടെ യാത്ര. തിരുവനന്തപുരത്ത് ഒരിക്കലും വിചാരിക്കാത്ത ഒരു മന്ത്രി. അദ്ദേഹം പോലും താൻ മന്ത്രിയാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണ്, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്, അദ്ദേഹം നല്ല മനസ്സിൻ്റെ ഉടമയാണെന്ന് ഹൈക്കമാൻഡ് തിരിച്ച് അറിഞ്ഞതിൻ്റെ പ്രതിഫലമാണ് ഈ മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചില ആളുകൾക്ക് കമൻ്റ് ഇടുന്നുണ്ട്, ഇദ്ദേഹം എവിടെയായിരുന്നു, എങ്ങനെ മന്ത്രിസ്ഥാനം കിട്ടിയെന്നൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾ പഠിക്കണം. ആ ജീവിതമാണ് മറ്റ് ആളുകൾക്കും പാഠമാകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ബിഗ് സല്യൂട്ട്.